ഗീതാഞ്ജലി. അവളത് കേട്ടതും ജീവനും കൊണ്ട് റൂമിലേക്ക് ഓടി. ആറി പൊളിക്കണ എന്ത് കാര്യത്തിന്? ഇവിടെ തന്നെയല്ലേ ഉള്ളത് ഞാൻ. പക്ഷേ അവൻ്റെ നോട്ടം ദഹിപ്പിക്കുന്നതായിരുന്നു. അവനത്ര നല്ല മൂഡിലല്ലെന്ന് നമുക്ക് മനസ്സിലായി. ഡി, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരരുതെന്ന്. നീ എന്തിനാ പിന്നെ? എൻ്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. രണ്ടാഴ്ച കൊണ്ട് ഞാൻ ക്ഷമിച്ചോണ്ടിരിക്കുക. നിൻ്റെ അടുത്ത് ആരാ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞത്? എൻ്റെ സാധനങ്ങളിലോ എൻ്റെ കാര്യത്തിലോ ഇടപെടാൻ വന്ന ആദ്യം അവൾ അമ്മേനെ കൈവശമെടുത്തു, പിന്നെ അച്ഛനെയും. എൻ്റെ അടുത്തേക്ക് നിൻ്റെ പേലത്തരങ്ങളൊന്നും നടക്കില്ല കേട്ട മോളെ ഗീതാഞ്ജലി. നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെണ്ണ് കാണലിൻ്റെ അന്ന് എൻ്റെ അടുത്തേക്ക് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരരുതെന്ന്. പറഞ്ഞു പോയത് ഇച്ചിരി കൂടാണെന്നറിയാമെങ്കിലും അവനത് കാര്യമാക്കിയില്ല. അവൻ്റെ ദേഷ്യം തീരുന്നത് വരെ അവളെ പഴിച്ചുകൊണ്ടിരുന്നു. എന്തു വന്നാലും അവളെ കുറ്റം ചുമത്തുന്ന ആളെ അവൾക്ക് പുതുമയല്ലായിരുന്നു. എന്നാൽ ഇന്ന് അതിത്തിരി കടുത്തതായിരുന്നു. അവൾക്ക് അവളുടെ വിഷമത്തെയും കണ്ണീരിനെയും തളം കെട്ടാൻ സാധിച്ചില്ല. അവൻ്റെ കുത്തുവാക്കുകൾ ഒരു സൂചിമന പോലെ അവളുടെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറി. അവളുടെ ശരീരം ആകെ വിറച്ചു. അവൾ കട്ടിലിനോരം ചേർന്നിരുന്നു പോയി. അവളുടെ കണ്ണീരിന് സാക്ഷ്യം വഹിക്കാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് മാത്രം ഇങ്ങനെ ഒന്നും വേണ്ടായിരുന്നു. ഒന്നും അവരുടെ വാക്ക് കേട്ട് ഇങ്ങോട്ട് വന്നത് എൻ്റെ തെറ്റ്. ഒന്നും വേണ്ടായിരുന്നു. ഈശ്വര, നീ എന്നെ കൈവിടല്ലേ. നിന്നോട് മാത്രമേ ഞാനിപ്പം വയ്യ. മടുത്ത് ജീവിതം. എനിക്ക് എൻ്റെ വീട്ടിൽ പോണം. അമ്മയുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞ് അമ്മ പറയും പിടിച്ചു നിൽക്ക്. എനിക്കറിയാം ഇവിടത്തെ, എനിക്ക് ആകെ ഇവിടെ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല. ആരും ഇല്ല. ഗീതു, നീ കരയരുത്. നിനക്ക് വേണ്ടി സംസാരിക്കാൻ നീ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ കരയില്ല ഒരിക്കലും. കണ്ണേട്ടന് എന്ത് വേണ്ടേ? ഞാൻ മുറി കൊടുക്കണം. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഈസി. അവൾ അവളുടെ ലോകത്തേക്ക് മാത്രമായി ഒതുങ്ങി. അവൻ്റെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ അമ്മയും അച്ഛനും അനീതിയുമായിട്ടെല്ലാം കൂട്ടുകൂടി. ഇതെല്ലാം അവനിൽ അസൂയ ജലിപ്പിക്കുന്നതായിരുന്നു. ദിവസങ്ങൾ വേഗം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. രാത്രിയും പകലും എല്ലാം പെട്ടെന്ന് തന്നെ പോകുന്നു. ഒരു നാൾ അമ്പലത്തിൽ ഉത്സവം വന്നെത്തി. ഞങ്ങളെല്ലാവരും കൂടി ഉത്സവത്തിന് പോകാമെന്ന് തീരുമാനിച്ചു. എല്ലാവരും ഒന്ന് ഇറങ്ങോ, ഇന്നാണ് പോണ അമ്പലത്തിൽ, നാളെ ഇല്ല. എല്ലാവരും ഇറങ്ങിയെങ്കിലും എൻ്റെ കണ്ണ് ഒരാളിൽ മാത്രം ഫോക്കസായി പോയായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ അവളെ ഇങ്ങനെ ഒരു വേഷത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണെടുക്കാനും തോന്നിയില്ല. വെള്ളമുണ്ടിൽ ഗോൾഡൻ കരയുള്ള ആ കസവ് അവളുടെ മുഖത്തെ എടുത്തു നിർത്തുന്നുണ്ടായിരുന്നു. കൂടുതൽ ആഭരണങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാതെ കയ്യിലൊരു തടവളയും പാലക്കാമാലയുമായിരുന്നു. ഒരു കറുത്ത പൊട്ടും ചന്ദനക്കുറയും അവളുടെ സൗന്ദര്യത്തെ വിളിച്ചു പറയുന്ന പോലെ എനിക്ക് തോന്നി. അവളുടെ കഴിഞ്ഞ മുടി കാറ്റിൽ പാറി കളിക്കുന്നുണ്ടായിരുന്നു. അവന് അവളെ മാത്രം കാണുന്നുണ്ടായിരുന്നെങ്കിലും ബാക്കി എല്ലാവർക്കും അവൻ വായ നോക്കിക്കുന്നത് കൃത്യമായി കാണായിരുന്നു. അത് എല്ലാവരുടെയും ചിരിയിലൂടെ അവന് മനസ്സിലായി. ഒരു ഉത്സവ പറമ്പാണെന്നൊന്നും അവൾ കാര്യമാക്കിയില്ല. ഓടി നടന്ന് എല്ലാവരുമായിട്ട് അവൾ കത്തി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഈശ്വര, ഇവർക്കൊക്കെ ഇതെങ്ങനെയാണോ സാധിക്കുന്നത്? ഇത്ര നാൾ ഞാനിവിടെ ഉണ്ടായിട്ട് എനിക്ക് ഇവിടുത്തെ പകുതി മനുഷ്യരെ അറിഞ്ഞൂടാ. അവൻ അവൻ്റെ അനീതിയെ വിളിച്ച് ഒരു പൊതി നിറച്ച് കരിവളയും പിന്നെ മുല്ലപ്പൂവും അവളുടെ കയ്യിലേക്ക് വെച്ചെടുത്തു. ഇതേ, നീ ചെന്നിട്ട് ആ ചേച്ചിക്ക് കൊടുത്തിട്ട് വാ. ഏത് ചേച്ചി? ഗീതാഞ്ജലി. മനസ്സിലാവുന്നുണ്ട്. അവൻ അവളോട് തലക്കിട്ട് ഒരു കിഴി കൊടുത്തിട്ട് പോയി കൊടുത്തിട്ട് വാടി. അവളത് ഗീതാഞ്ജലിക്ക് കൊടുക്കുന്നത് നോക്കി നിന്നു. അവളുടെ മുഖത്ത് ഒരു ചിരി വരുന്നത് അവൻ കണ്ടു. ഓ, കുരിപ്പ് പറഞ്ഞിട്ടുണ്ടാവും പട്ടി. അവളെ മുഖം കണ്ടാലേ അറിയാം. ഈശ്വര.